ഹലോ, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വെൽകെയർ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ആൻഡ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജൻ ഡോക്ടർ നിജിത് ഗോവിന്ദനാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ. ഡോക്ടർ, ഓർത്തോപെഡിക്സിൽ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. സന്ധി തേയ്മാനം അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇത് ചെറുപ്പക്കാരിൽ കണ്ടുവരാറുണ്ടോ? അതെ, തീർച്ചയായും ചെറുപ്പക്കാരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ സന്ധി തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധി തേയ്മാനം എന്ന് പറയുന്നത് നമ്മുടെ ജോയിൻസിലുള്ള തരുണാസ്ഥിക്ക് വെയർ ആൻഡ് ടയർ സംഭവിക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇത് രണ്ട് രൂപത്തിലാണ് ഉള്ളത്. അതായത് നമുക്ക് പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് കൂടുതലും എൽഡർലി അല്ലെങ്കിൽ ഒരു എബോവ് 60 ഏജ് ആകുമ്പം വരുന്ന വെയർ ആൻഡ് ടയർ ചേഞ്ചസിനാണ് നമ്മൾ പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുക. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അത് ദാറ്റ് ഈസ് പ്രൈമറി അല്ലെങ്കിൽ നമ്മൾ ഇഡിയോപ്പതിക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നും പറയും. അതൊരു മുടിയൊക്കെ നരയ്ക്കുന്ന മാതിരത്തെ ഒരു പ്രോസസ്സാണ്. എല്ലാവരും എവറിബഡീസ് എന്താ പറയുക, എല്ലാവർക്കും പ്രായമാകുമ്പോൾ വരുന്നൊരു കണ്ടീഷനാണ്. പക്ഷേ താരതമ്യേന ചില ആളുകൾക്ക് കുറച്ച് നേരത്തെ വരും, ചിലർക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് വരും. അത് അവരുടെ ആക്ടിവിറ്റി ലെവൽ, പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഒബീസിറ്റി ഒക്കെ ഉള്ളവർക്ക് കുറച്ച് നേരത്തെ വരും. ഇതാണ് പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. പിന്നെ രണ്ടാമതായിട്ടുള്ളതാണ് സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ സെക്കൻഡറി ടു സം അതർ കോസസ്, ചെറുപ്പക്കാരിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അതിന് ഒരു എക്സാമ്പിൾ, ഇപ്പോൾ സെക്കൻഡറി ടു എന്തെങ്കിലും, ഇപ്പോൾ ജന്മന ഒരു ജോയിൻറ്റിൽ എന്തെങ്കിലും ഒരു തകരാറുണ്ട്, അതിൻ്റെ സെക്കൻഡറി ആയിട്ട് നമുക്ക് ആ ജോയിൻറ്റിൽ ലോഡ് കൂടുതൽ വന്നിട്ട് തേയ്മാനം വരാം ഒരു പെർട്ടിക്കുലർ ഏജ് വരുമ്പം. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ജോയിൻറ്റിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു, അത് ശാസ്ത്രീയമായി അഡ്രസ്സ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു പോസ്റ്റ് ഇൻഫെക്റ്റീവ് സെക്യുല ആയിട്ട് ജോയിൻറ്റ് തേയ്മാനം വരാം. അതും കുറേയും കൂടി യങ്ങർ ഏജിൽ ചിലപ്പം കണ്ടുവന്ന് വരാം. പിന്നെ അതുകൂടാണ്ട് ഇപ്പം രക്തോട്ടം കുറയുന്ന കുറേ കണ്ടീഷൻസ് ഉണ്ട്. അവാസ്കുലർ നെക്രോസിസ് എന്നാണ് നമ്മൾ മെഡിക്കലി വീസെ അവാസ്കുലർ നെക്രോസിസ്. അവാസ്കുലർ നെക്രോസിസ് എന്നുള്ള കണ്ടീഷനൊക്കെ ജോയിൻറ്റ് ഡാമേജ് സംഭവിച്ച് അൾട്ടിമേറ്റ്ലി അതൊരു എൻഡ് റിസൾട്ടാണ്. ഈ തേയ്മാനം എന്ന് പറയുന്നത് ഒരു എൻഡ് റിസൾട്ടാണ്. അപ്പോൾ ആ സ്റ്റേജിലേക്ക് എത്താം. പിന്നെ അതുകൂടാണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ വെരി കോമൺ ആയിട്ട് നമ്മളിപ്പോൾ യങ്സ്റ്റേഴ്സിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിച്ചു ജോയിൻറ്റിൻ്റെ ഉള്ളിൽ, അതായത് അതൊരു ഫ്രാക്ചർ ആവാം, അല്ലെങ്കിൽ അതുകൂടാണ്ട് ലിഗമെൻറ്റ് ഇഞ്ചുറി ആവാം, അല്ലെങ്കിൽ പിന്നെ കാർട്ടിലേജിനുള്ള എന്തെങ്കിലും ഡാമേജ് ആവാം. അപ്പോൾ ഇതൊന്നും നമ്മൾ ശാസ്ത്രീയമായി അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ദാറ്റ് റിസൾട്ട് ഇൻ എന്താ പറയുക, അത് അതിൻ്റെ ഒരു അവസാന സ്റ്റേജാണ് തേയ്മാനം, ഈ സന്ധി തേയ്മാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചെറുപ്പക്കാരിലും സന്ധി തേയ്മാനം വരുന്ന ഒരു കാരണമാണ്. പിന്നെ ഒരു വലിയൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. അതായത് ഇപ്പം ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ഒരു രോഗപ്രതിരോധ ശക്തി കൂടിയിട്ടുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജോയിൻറ്റ് പെയിൻ വരാം. അത് കുറേ കഴിഞ്ഞ് ഒരു തേയ്മാനത്തിലേക്ക് നയിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പല കാരണങ്ങളും നമുക്ക് യങ് ഏജ് ഗ്രൂപ്പിൽ തേയ്മാനം വരാനുള്ള പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നാണ് പറയുക. മറ്റേ ഏജ് ആയിട്ട് വരുന്ന, ഇപ്പോൾ എൽഡർലീസിൽ വരുന്നതാണ് പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഓക്കെ.